ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകം 23 അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ഈ ലേവ്യ പുസ്തകത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ 5 പ്രധാനപ്പെട്ട യാഗങ്ങളെക്കുറിച്ചും പിന്നീട് 22 അധ്യായം വരെ അതിൻ്റെ നിയമങ്ങളും അതെങ്ങനെയൊക്കെയാണ് യാഗങ്ങൾ അർപ്പിക്കേണ്ടതെന്നും എത്രമാത്രം വിശുദ്ധിയോടുകൂടി അതുണ്ടാകണമെന്നും സാധാരണ ജനങ്ങളും പുരോഹിതന്മാരും ഇതിലെങ്ങനെ സംബന്ധിക്കണമെന്നും ഒക്കെ ഓരോന്നും വളരെ വിശദമായി നമ്മൾ വായിച്ചു കിട്ടും. ഇനിയും 23 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇസ്രായേലിൽ യഹോവയായ ദൈവം നിയമിച്ച 7 പെരുന്നാളുകളെ കുറിച്ചാണ്. ഈ 7 പെരുന്നാളുകളെന്ന് പറഞ്ഞ ആഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ വലിയ ദിവസങ്ങളാണ്. അപ്പം മതമെന്നോ ആരാധനയെന്നോ ഒക്കെ പറയുന്നത് വെറും വിരസമായ ഒരു കാര്യം മാത്രമല്ല, അതിൽ സന്തോഷത്തിൻ്റെ ആഹ്ലാദ പ്രകടനത്തിൻ്റെ വലിയ അനുഭവങ്ങളും ഉണ്ട് എന്ന് ദൈവം ഇവിടെ അവരെ ബോധ്യമാക്കുകയാണ്. ദൈവം എപ്പോഴും യാഗമർപ്പിക്കുക, പശ്ചാത്തപിക്കുക, കരഞ്ഞു പ്രാർത്ഥിക്കുക എന്നതിൽ മാത്രമല്ല ദൈവം ഇഷ്ടപ്പെടുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സന്തോഷം പ്രകടമാക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നത്. എബ്രായ ഭാഷയിൽ ഹാഗ് എന്ന വാക്കാണ് ഉത്സവം എന്നതിന് കൊടുത്തിരിക്കുന്നത്. ആ ഹാഗ് എന്ന വാക്കിനർത്ഥം നൃത്തം ചെയ്യുക, നൃത്തം എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പോൾ ദൈവസ്ഥലത്ത് ഇത് രണ്ടുമുണ്ട്. ഇതെല്ലാം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ 7 എന്ന അക്കത്തിനും ഇവിടെ വലിയ പ്രാധാന്യം ഈ അധ്യായത്തിൽ നിന്ന് കാണാൻ സാധിക്കും. എല്ലാ 7 ദിവസവും 7 മാസവും 7 വർഷവും അതിനുശേഷം 7 വർഷം കൂടുന്ന 49 വർഷം കഴിഞ്ഞുള്ള 50 വർഷവും ഒക്കെ വലിയ വലിയ ഉത്സവ സമയമായിട്ട് ഇസ്രായേൽ ജനത്തിന് ദൈവം ഇത് ക്രമീകരിച്ച് ഇത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിനും ഒക്ടോബർ മാസം വരെയുള്ള സമയങ്ങളിലാണ് ഈ ഉത്സവങ്ങളെല്ലാം അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം മനുഷ്യൻ്റെ കൃഷി ജോലികളെല്ലാം കഴിഞ്ഞ് അവർ വിശ്രമിക്കുന്നതായ സമയമാണ്. ഈ സമയത്തിന് ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുവാനും ഉത്സവം ആചരിക്കാനുമുള്ള ഒരു വലിയ സന്ദർഭമായി ദൈവം അവർക്ക് ആ വിശ്രമ നാളുകളെ അവർക്കവിടെ നൽകുകയാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് കൃഷിയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് എല്ലാവർക്കും യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളുകൾക്ക് പോകുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ പെരുന്നാളായിട്ട് നമ്മൾ വായിക്കുന്നത് സബത്ത് ഉത്സവമാണ്. സബത്ത് ആചരണം യഥാർത്ഥ ഉത്സവമാണ്. 6 ദിവസം വേല ചെയ്ത് 7-ാം ദിവസം നീ സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നീ നന്ദി രേഖപ്പെടുത്തേണ്ടതായ വലിയ ദിവസമാണ്. അഥവാ ദൈവത്തോടുള്ള കൂട്ടായ്മ ആചരിക്കേണ്ടതായ വലിയ ദിവസമാണ്. അതായത് കർത്താവ് അത് പുതിയ നിയമവുമായി ബന്ധപ്പെടുത്തുമ്പോൾ കർത്താവ് നമുക്ക് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം നമുക്ക് തരാനുദ്ദേശിക്കുന്ന ആ വലിയ സ്വസ്ഥതയെ അത് സൂചിപ്പിക്കുകയാണ്. 2ാമത്തെ പെരുന്നാൾ പെസഹ പെരുന്നാളാണ്. എല്ലാ വർഷത്തിൻ്റെ 1-ാം മാസം 14-ാം തീയതിയാണ് ഈ പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ മിസ്രൈം അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിൻ്റെ അനുസ്മരണമായിട്ടാണ് പെസഹ പെരുന്നാൾ അവർ ആചരിച്ചത്. പുതിയ നിയമത്തിൽ നമ്മളത് ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ രക്തത്താൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടതിൻ്റെ അനുസ്മരണമായി പെസഹ പെരുന്നാളിനെ നമുക്ക് കാണാവുന്നതാണ്. 3ാമത്തേത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ്. പെസഹായ്ക്ക് ശേഷം 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒരു വലിയ പെരുന്നാളായിരുന്നു. മിസ്രൈമിൽ നിന്ന് മാവ് അവർ കുഴച്ച് വെച്ചിട്ട് പുളിക്കുന്നതിന് മുൻപ് പെട്ടെന്ന് അപ്പമുണ്ടാക്കി ഭക്ഷിച്ചവിടെ നിന്ന് ഓടിപ്പോരേണ്ട സാഹചര്യം അവർക്കുണ്ടായി. അതിൻ്റെ ഒരു അനുസ്മരണമാണിത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ നിയമത്തിൽ മാനസാന്തരപ്പെട്ട് പാപകരമായ ജീവിതത്തിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നതില്ല. പാപത്തെ ഉപേക്ഷിച്ച് അവനൊരു ഒരു പുതിയ സൃഷ്ടിയായി പുതുക്കത്തിലേക്ക് വരുന്നതിൻ്റെ അഥവാ പുതിയ ഉടമ്പടിയുടെ കീഴിൽ നമ്മൾ പ്രവേശിക്കുന്നതിൻ്റെ സൂചനയായി ഇതിനെ കാണാവുന്നതാണ്. 4ാമത്തെ പെരുന്നാൾ പെന്തക്കോസ്ത് പെരുന്നാളാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആരംഭിച്ച്
50 ദിവസം കഴിഞ്ഞാണ് ഈ പെരുന്നാൾ വരുന്നത്. 50 പെന്തക്കോസ്ത് എന്ന വാക്കിന് തന്നെ അർത്ഥം 50-ാമത്തേത് എന്നാണ്. ഇതിനെ ആഴ്ചകളുടെ പെരുന്നാൾ എന്നും ഈ പെരുന്നാളിനെ വിളിക്കുന്നുണ്ട്. കോതമ്പ്, യവം എന്നിവയുടെ കൊയ്ത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിനുവേണ്ടി ആ വിളവ് തന്നതിന് ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പെരുന്നാളാണിത്. പിന്നീട് ഇതിനെ സീനായി ഉടമ്പടിയുമായി ബന്ധിപ്പിച്ചും എന്നും കൂടെ ചേർത്താണ് പിന്നെ കനാലിൽ വന്നതിന് ശേഷം അവർ ഈ പെരുന്നാൾ ആഘോഷിച്ചു വന്നത്. അപ്പം 1500 നമുക്കറിയാം, യഹോവയായ ദൈവം മോശ മുഖാന്തരം ഇസ്രായേലിന് ഈ പെരുന്നാൾ ആരംഭിച്ചു കൊടുത്തതിൻ്റെ 1500 വർഷം കഴിഞ്ഞ് പെന്തിക്കോസ്ത് ദിവസമാണ് പരിശുദ്ധാത്മാവ് സ്ഥിരവാസത്തിന് ഈ പെന്തിക്കോസ്ത് പെരുന്നാളിൽ തന്നെ സ്ത്രീഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന് ആവശ്യിക്കുന്നത് നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഈ അപ്പത്തിൻ്റെ പ്രത്യേകത, ഈ പെരുന്നാളിൽ 2 അപ്പമാണ് വഴിപാടായിട്ട് അർപ്പിക്കേണ്ടത്. ബാക്കി എല്ലാ പെരുന്നാളിനും ഓരോ അപ്പമാണ്. ഇവിടെ 2 അപ്പം അർപ്പിക്കണം. ആ 2 അപ്പം എന്ന് ഇത് സൂചിപ്പിക്കുന്നത് ഒന്ന് യഹൂദനെയും വിജാതിയെയുമാണ്. പുതിയ നിയമത്തിൽ യഹൂദനും വിജാതിയും ക്രിസ്തുവിൽ ഒന്നായി തീരുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ 2 അപ്പത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അപ്പം പുളിപ്പും ഉപ്പും ചേർത്താണ് ഉണ്ടാക്കേണ്ടത്. ഈ പ്രത്യേകം പറയുന്നു, ഈ പെന്തക്കോസ്ത് പെരുന്നാളുകൾ അർപ്പിക്കുന്ന അപ്പം പുളിപ്പും ഉപ്പും ചേർത്തതായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് പുളിപ്പ് വീണ്ടും ജനിച്ചവരിൽ പാപമുണ്ടാകാനുള്ള സാധ്യതയാണ് പുളിപ്പ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം ജഡം, ലോകം, പിശാചും 3 പോരാട്ട സഭയിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. വീണ്ടും പാപം ചെയ്യാനുള്ള സാധ്യത. ഉപ്പ് ദൈവത്തിൻ്റെ നിത്യമായ നിയമത്തെ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 5-ാമത്തെ ഉത്സവം കാഹളങ്ങളുടെ പെരുന്നാളാണ്. 7-ാം മാസത്തിൻ്റെ തുടക്കത്തിലാണ് ഈ കാഹളത്തിൻ്റെ പെരുന്നാൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഇത് മരുഭൂമി യാത്രയിൽ യാത്ര ആരംഭിക്കാനും യുദ്ധം, ആരാധന എന്നിവയ്ക്ക് വേണ്ടി ജനത്തിനെ വിളിച്ചു കൂട്ടുവാനും എന്ന് കാഹളം ഉപയോഗിച്ചിരുന്നു. പുതിയ നിയമത്തിൽ ദേവാലയങ്ങളുടെ മണി ഇതാണ് സൂചിപ്പിക്കുക. ആരാധനയുടെ സമയത്തെയൊക്കെ നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണല്ലോ. യാമപ്രാർത്ഥനകളുടെ സമയമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് പള്ളികളിൽ, ദേവാലയത്തിൽ മണികൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ആഹ്ലാദം ഇത് പ്രകടിപ്പിക്കാനും ദൈവത്തിന് നന്ദി രേഖപ്പെടുത്താനും ഒക്കെയുള്ള ഒരു സമയമാണ് പുതിയ നിയമത്തിൽ. ഇത് മാത്രമല്ല, പുതിയ നിയമവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ അന്ത്യകാഹളധ്വനി മുഴങ്ങുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. കർത്താവിൻ്റെ 2-ാമത്തെ വരവിലും ഈ കാഹളം ധ്വനിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 6-ാമത്തെ പെരുന്നാളാണ് പാപപരിഹാര പെരുന്നാൾ. വർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു പാപപരിഹാര പെരുന്നാളിൻ്റെ ദിവസം. അന്നാണ് അതിവിശുദ്ധ സ്ഥലത്തെ മഹാപുരോഹിതൻ പ്രവേശിച്ചിരുന്ന ഏക ദിവസം ഈ പാപപരിഹാര പെരുന്നാളിൻ്റെ ദിവസമാണ്. വർഷത്തിൽ ഈ ദിവസം മാത്രമാണ് അദ്ദേഹം വെള്ള വസ്ത്രം ധരിക്കുന്നത്. ബാക്കി എല്ലാ ദിവസവും ആർഭാടകരമായ വസ്ത്രങ്ങളാണ് പുരോഹിതൻ ധരിക്കുക. എന്നാൽ അവൻ കൃപാസനത്തിൻ്റെ മുൻപാകെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ നേരിയ വെള്ളവസ്ത്രം അവിടെ ധരിപ്പിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള വിനയവും താഴ്മയൊക്കെ ആ വിശുദ്ധിയെ അത് കൂടുതൽ സൂചിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ പാപപരിഹാരത്തിനായി കൃപാസനത്തിൽ രക്തം തളിക്കുന്ന ദിവസമായിരുന്നത്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിൻ്റെ കാൽവറി യാഗം, ആ രക്തമുഖാന്തരം പാപത്തിൻ്റെ അടിമകളായിരുന്ന നമ്മളെ അവിടെ നിന്ന് യഹോവയായ ദൈവം തൻ്റെ പുത്രൻ തമ്പുരാൻ്റെ രക്തമുഖാന്തരം നമ്മളെ വിടുവിച്ചതിൻ്റെ ഓർമ്മയായിട്ട് പുതിയ നിയമത്തിൽ നമ്മളിതിനെ കാണുന്നുണ്ട്. അത് പാപപരിഹാര ദിന പെരുന്നാളാണ്. ഏറ്റവും അവസാനത്തേത് 7-ാമത്തെ പെരുന്നാൾ കൂടാര പെരുന്നാളാണ്. അവരുടെ പൂർവ്വപിതാക്കന്മാർ മരുഭൂമിയിൽ അവരെങ്ങനെ അലിഞ്ഞുവെന്നും എങ്ങനെ അവർ താമസിച്ചുവെന്നും സൂചിപ്പിക്കുന്നതിന് വേണ്ടി എത്ര വലിയ ഭവനങ്ങളിൽ താമസിക്കുന്ന യഹൂദനും 7 ദിവസം ആ ഭവനത്തിൽ നിന്ന് മാറി കൂടാരങ്ങളുണ്ടാക്കി കൂടാരങ്ങളിൽ പാർക്കണമെന്നുള്ളതായിരുന്നു. കാരണം അവരുടെ പിതാക്കന്മാർ അനുഭവിച്ച കഷ്ടതയെ അവർ അനുസ്മരിക്കുകയും അതിനോട് താതാത്മ്യം പ്രാപിക്കുകയും അവർ ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് ആ അവസ്ഥയിൽ നിന്ന് പുതിയ ഭവനങ്ങളൊക്കെ പണിയാൻ ദൈവം കൊടുത്ത ആ അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനുമുള്ള അവസരമായി അതിനെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ നമ്മളതിനുമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു രാജാവായി ഭൂമിയിൽ വന്ന് വാഴുന്ന
ഭൂമിയുടെ അവസ്ഥയും അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ 7 പെരുന്നാളായിരുന്നതിൽ പ്രധാനപ്പെട്ട 3 പെരുന്നാളുകളാണുള്ളത്. ഒന്ന് പെസഹ പെരുന്നാൾ, 2 കൂടാര പെരുന്നാൾ, 3 പെന്തിക്കോസ്തി പെരുന്നാൾ. ഈ 3 പെരുന്നാളുകളാണ് ഈ 7 പെരുന്നാളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. ഈ 3 പെരുന്നാളുകൾ എല്ലാ യഹൂദനും യെരുശലേമിൽ പോകണം, പെരുന്നാൾ ആഘോഷങ്ങൾ അവർ പങ്കെടുക്കണം. ആവർത്തന പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. അങ്ങനെ 7 പെരുന്നാളുകൾ ദൈവം ഇസ്രായേലിന് അനുവദിച്ചു കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും പുതിയ നിയമവുമായി ഇതിനെ ബന്ധിപ്പിച്ച് ചിന്തിപ്പിക്കുവാനും നമ്മൾ നടത്തുന്നതായ എല്ലാ ആരാധനകളും ആഘോഷങ്ങളും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ആ രീതിയിൽ അതിൻ്റെ അർത്ഥത്തെ കണ്ടെത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്കിടയാകണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇവിടെ അവസാനിപ്പിക്കുന്നു.